ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ നടൻ സിദ്ദിഖിനെ കൈയൊഴിഞ്ഞ സിനിമാ ലോകം. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിനു ശേഷമായിരുന്നു സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയതായി റിപ്പോർട്ട്. ബലാത്സംഗ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ ഒറ്റയടിക്ക് 3 സിനിമകളിൽ നിന്നാണ് സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടത്. സിദ്ദിഖിന് നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട്. വിനോദ് രാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ലേച്ഛനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആടുജീവിതത്തിലെ ഗോകുലാണ് സിനിമയിലെ നായകൻ. ഇതോടെ താരത്തിന്റെ ഭാവി സിനിമാ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സിദ്ദിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിംഗ് വൈകിയിരുന്നു. സിനിമയ്ക്കായി 5 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരം എത്തിയത് ഷമ്മി തിലകനാണ്. അജു വർഗീസിനെ നായകനാക്കി സാലൂൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര. ഈ സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടു. സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചെന്ന് അറിയിച്ചിട്ടുണ്ട്. സിനിമയിൽ സിദ്ദിഖിന് പകരക്കാരനായി രഞ്ജീവ് പണിക്കറാണ് എത്തുന്നത്. എമ്പുരാന് ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് 3 ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിരുന്നു. ആര്യ നായകനാകുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ടിയാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും GN കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയത് നടന്റെ സിനിമാ കരിയറിന് തന്നെ ഇത് വലിയ തിരിച്ചടിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ പ്രതിസന്ധികൾ നിരവധിയാണ്. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളെല്ലാം റിലീസ് മാറ്റിവെക്കുന്ന അവസ്ഥയിലാണ്. ഓണത്തിന് ആസിഫ് അലി നായകനായ കിഷ്കിന്ദ കാണ്ഡവും ടൊവിനോ തോമസിന്റെ അജയന്റെ 2ാം മോഷണവുമാണ് തിയേറ്ററുകളിൽ ആളുകളെ എത്തിച്ചത്. ഇതോടെയാണ് ഇടക്കാല പ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായി മലയാള സിനിമ കരകയറിയത്. ഇതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഇത് പുതിയ പ്രതിസന്ധി തീർക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിച്ചാലും താരത്തിന് ഉടൻ അവസരങ്ങൾ ലഭിക്കുമോ എന്നതിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സിദ്ദിഖിന്റെ സിനിമാ കരിയർ വൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിർമ്മാതാക്കൾ മലയാളത്തിൽ പണം മുടക്കാത്തതും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട്. വിവാദത്തിലകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ പുതിയതായി തുടങ്ങാനിരുന്ന ചില പ്രൊജക്ടുകളും അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന 150ാം ചിത്രത്തിലും മുഖ്യ റോളിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു. ഈ സിനിമയുടെ നിർണായക സമയത്താണ് സിദ്ദിഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയോടെ തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിനൊപ്പം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചിട്ടും നടൻ സിദ്ദിഖിനെ പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സിദ്ദിഖ് എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. സിദ്ദിഖിനായി എറണാകുളം കേന്ദ്രീകരിച്ച് രാത്രി വൈകിയും പരിശോധന നടന്നിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിഗമനം. സിദ്ദിഖിനായി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.